ഞങ്ങള് റോബോ എക്സ്പോ കാണാൻ ഇറങ്ങിയതാണ്. അപ്പൊ സ്പൈക്ക് കരയുന്നത് കേട്ടോ. പാവം സ്പൈക്ക്. എവിടെ പോവാ? ഒരു ഡോഗ് റോബോട്ട്, സൈക്കിള് പോലെ, പിന്നെ ഒരു വലിയ റോബോട്ട്. ലാസ്റ്റ് വീക്ക് നമ്മുടെ കൊച്ചി ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ റോബോട്ടിന്റെ എക്സ്പോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പതേ നമ്മുടെ അമ്മുക്കുട്ടിയും പാർക്കുട്ടിയും ഒക്കെ കൊണ്ട് അത് കാണാൻ പോയതാണ്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലായിരുന്നു ഗൈസ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം, ഈ ഒരു എക്സ്പോയിൽ പോയവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ദേ പപ്പയും പാർക്കുട്ടിയും അമ്മുക്കുട്ടിയും ഒക്കെ കൂടി ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ്. ഓൺലൈൻ വേണമെങ്കിലും എടുക്കാമായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ ദേ ഇവിടെ വന്നിട്ടാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ എന്തായാലും 50 രൂപയാണ് ടിക്കറ്റിൻ്റെ ചാർജ്. ഭയങ്കര റീസണബിൾ ആയിരുന്നു കേട്ടോ. അത്രയ്ക്കും കാണാനുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് കുട്ടികൾക്ക് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് എൻ്റെ ചേച്ചിയും കുട്ടികളും അമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ, ഏറ്റവും കൂടുതൽ അവിടെ കുട്ടികളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പാർക്കുട്ടിക്കൊക്കെ ഈ റോബോട്ടിക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിലെ തൊട്ടേ ഭയങ്കര ക്രേസ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഈ റോബോട്ടിക്സ്. അപ്പോൾ പാർക്കുട്ടിക്ക് ആക്ച്വലി പനിയൊക്കെ ആയിട്ട് വയ്യാണ്ടിരിക്കുകയായിരുന്നു. ദേഹമൊക്കെ നല്ല വേദനയായിരുന്നു കേട്ടോ. എന്നിട്ടും പാർക്കുട്ടി വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് അവസാനം റോബോട്ടിൻ്റെ എക്സിബിഷൻ ആണെന്ന് കണ്ടുകൊണ്ട് കേട്ടോ വന്നതാണ്. അങ്ങനെ നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടി. ഇനി നമ്മളിത് അങ്ങോട്ട് കയറാൻ പോവുകയാണ്. അതൊരു വിശാലമായ ലോകമായിരുന്നു ഗൈസ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു വിശാലമായ ഒരു ലോകമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഒരു വലിയ റോബോട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. നമ്മുടെ പാർക്കുട്ടി അവിടെ നിർത്തി ഫോട്ടോയൊക്കെ എടുത്തു. അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങോട്ട് കയറി ചെന്ന് ഉടനെ തന്നെ ഒരു വലിയ റോബോട്ടിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ അതെ ഇപ്പം കണ്ടില്ലേ, ഈ ഒരു സാധനത്തിൻ്റെ അടുത്ത് പോയി നിന്ന്, അടുത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ ഫേസ് നമുക്ക് ശരിക്കും മനസ്സിലാവത്തുള്ളൂ കേട്ടോ. ആ റെഡ് ലൈറ്റ് കാരണം അതിൻ്റെ ഒറിജിനൽ ഫേസ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ചെന്ന സമയത്ത് നല്ല തിരക്കുള്ള സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ദേ കുറച്ച് നേരം നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിതേ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോവുകയാണ്. ഇനിയാണ് രസം. ദേ കണ്ടില്ലേ, ആദ്യമേ തന്നെ ദേ ഒരു ഇത്തിരി കുഞ്ഞൻ റോബോട്ടിനെ കണ്ടു കേട്ടോ. ഭയങ്കര ക്യൂട്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മൾ ഈ റോബോട്ടിനെ കാണുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് പാർക്കുട്ടിക്കും അമ്മുക്കുട്ടിക്കും എനിക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. അമ്മുക്കുട്ടി കണ്ടില്ലേ, ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുന്ന, അന്തം വിട്ട് നോക്കുന്ന പോലെ നോക്കുകയായിരുന്നു കേട്ടോ. ഈ ഒരു റോബോട്ടില്ലേ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ വെൽക്കം ചെയ്യാനായിട്ട് നിൽക്കുന്ന റോബോട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസൊക്കെ അവർ പറഞ്ഞു തന്നു. ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഈ ഒരു കുഞ്ഞിനെ കണ്ടിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണേ. ഈ ഒരു കുഞ്ഞൻ റോബോട്ടിനെ കണ്ടപ്പോഴല്ലേ എനിക്ക് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനെയാണ് കേട്ടോ ഓർമ്മ വന്നത്. ശരിക്കും പറഞ്ഞാൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനെ പോലൊന്നും അല്ല ഇരിക്കുന്നത്. എന്നാലും പെട്ടെന്ന് അതിൻ്റെ ആ ഒരു സൈസൊക്കെ കണ്ടപ്പോഴത്തേക്കിനും എനിക്ക് പെട്ടെന്ന് ആ ഒരു മൂവി ഓർമ്മ വന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പാറക്കുട്ടിയും അമ്മുക്കുട്ടിയും കുറേ നേരം അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അവിടുന്ന് വരണമെന്നേ ഇല്ലായിരുന്നു. അത്രയും ക്യൂട്ടായിരുന്നു കേട്ടോ അതിനെ കാണാനായിട്ട്. അങ്ങനെ ആ ഒരു കുഞ്ഞപ്പൻ റോബോട്ടിനെ കണ്ടിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഈ ഒരു ടേബിളിൽ കുറേ ടൈപ്സ് ഓഫ് റോബോട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പല തരത്തിലുള്ള ഫങ്ഷൻസ് ചെയ്യുന്ന റോബോട്ട്സ് ആണ്. ഈ ആദ്യം കാണുന്നത് കണ്ടോ, അത് നമ്മൾ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ഒരു പേജിൽ എഴുതാനാണെങ്കിൽ എഴുതാനുള്ള എന്താണെന്നും അല്ലെങ്കിൽ പടം വരയ്ക്കാനാണെങ്കിൽ ഏത് പിക്ചറാണ് വരയ്ക്കേണ്ടതെന്നൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ റോബോട്ട് അതേപോലെ തന്നെ വരച്ചു തരും കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചു തരും. നല്ല രസമാണ് കാണാൻ. കണ്ടില്ലേ, പെന്നൊക്കെ അത്
അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ആ ഒരു റോബോട്ട് എഴുതിയും വരച്ചും വെച്ചിരിക്കുന്ന പേപ്പേഴ്സാണ്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് ഈ കൺസ്ട്രക്ഷൻ കമ്പനീസിലൊക്കെ വലിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ പിക്ക് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാനായിട്ടുള്ള റോബോട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ ഡെമോയാണ് അവർ കാണിക്കുന്നത്. അത് അമ്മുക്കുട്ടിയുടെ കയ്യിൽ അതേ സാധനം കൊടുത്തു. അത് അവിടുന്ന് എടുത്തിട്ട് അമ്മുക്കുട്ടിയുടെ കയ്യെ വേണമെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അത് ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ അതേപോലൊക്കെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന റോബോട്ട്സ് ആണ് ഇതും അതിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ട് കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ട് റോബോട്ട്സ് ഇല്ലേ അടുത്തടുത്തിരിക്കുന്ന, അത് രണ്ടും ഡെലിവറി റോബോട്ട്സ് ആണ് കേട്ടോ. ഇത് കണ്ടില്ലേ, അത് നമ്മൾ ഹോസ്പിറ്റലുകളിലും പിന്നെ റെസ്റ്റോറൻറ്റുകളിലും ഫുഡ് സെർവ് ചെയ്യാനും പിന്നെന്താണ് മെഡിസിൻസ് ഒക്കെ സെർവ് ചെയ്യാനും അങ്ങനത്തെ പർപ്പസിനായിട്ടുള്ള റോബോട്ട്സ് ആണ് കേട്ടോ. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുമായിരുന്നു. ഇത് ഡെലിവറി റോബോട്ടാണ്. കുറച്ച് മുമ്പേ കാണിച്ചില്ലേ, ഫസ്റ്റ് ടൈം കാണിച്ചത്, അതും ഡെലിവറി റോബോട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്നാണാവോ ഇതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്? വേറെ കൺട്രീസൊക്കെ എത്രയോ കാലങ്ങളായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ടല്ലേ. നമുക്ക് ഇത് ശരിക്കും എന്നാണാവോ ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് കേട്ടോ. എന്തായാലും ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എത്ര സ്മൂത്തായിട്ടാണെന്നറിയോ ഈ റോബോട്ട് ചെയ്യുന്നത്. പിന്നെ അവിടെ കുറേ തരത്തിലുള്ള ഡ്രോൺസ് ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഇത് അഗ്രികൾച്ചറൽ പർപ്പസിനായിട്ടുള്ള ഡ്രോണാണ് കേട്ടോ. അത് എന്താണ് ഡിഗ് ചെയ്യാനും അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള റോബോട്ടാണ്. അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ആ സൈഡിലുള്ള ആ ഒരു പ്രൊജക്ടറിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ അവർ റോബോട്ടിനെ ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണിച്ചു തരികയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു കേട്ടോ. കുഞ്ഞു കുട്ടികൾക്കൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അവിടെ കണ്ടുപഠിക്കാനൊക്കെ ഉള്ളത്. പിന്നെ അവിടെ ഈ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാമായിരുന്നു. ആദ്യം അമ്മുക്കുട്ടി അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ പാറുക്കുട്ടിയുടെ ഹൈറ്റിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പാറുക്കുട്ടി നോക്കി, പിന്നെ പിടിച്ചുകൊണ്ട് നിന്ന് ഫോട്ടോ എടുക്കാൻ എന്നും പറഞ്ഞ് പാറുക്കുട്ടി അവിടെ നിന്ന് എടുത്തില്ല. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് വന്നപ്പോഴത്തേക്കിനും എൻ്റെ അമ്മയെ കണ്ടു കേട്ടോ. ഇതാണ് എൻ്റെ അമ്മ. അമ്മയും ചേച്ചിയും മക്കളും ഒക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു റോബോട്ടിൻ്റെ എക്സിബിഷൻ കാണാനായിട്ട് വന്നതാണ്, കുട്ടികളെ കാണിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ഇതാണ് അച്ചുക്കുട്ടൻ. അങ്ങനെ നമ്മുടെ അമ്മുക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. ഇതേ പാറുക്കുട്ടിയുടെ അപ്പുറത്ത് നിൽക്കുന്നതാണ് കേട്ടോ അപ്പുക്കുട്ടൻ, ചേച്ചിയുടെ മകനാണ്. അപ്പോൾ അവിടെ ഫുട്ബോളിൻ്റെ മത്സരം നടക്കുകയാണ് കേട്ടോ, റോബോട്ട്സ് തമ്മിലുള്ള. അപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ ചാൻസ് തരും, റിമോട്ട് കൊടുക്കും, എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് കളിക്കാൻ പറ്റും കേട്ടോ. അപ്പം ആദ്യം കുറച്ച് നേരം അപ്പുക്കുട്ടൻ കളിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പാറുക്കുട്ടി കളിച്ചു കേട്ടോ. പാറുക്കുട്ടി വിൻ ചെയ്ത് കണ്ടില്ലേ, ഈ ഒരു റിമോട്ട് വെച്ചിട്ടാണ് കളിക്കുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ എൻ്റർടൈൻമെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ. ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിന്ന് കളിക്കുകയായിരുന്നു. റോബോട്ട്സിനെ വെച്ചിട്ട് നമ്മൾ ഫുട്ബോൾ കളിക്കുന്നു ഗൈസ്.
ഇത് റോബോ വാർ ചെയ്യുന്ന റോബോട്ട്സ് ആണ് കേട്ടോ. ഈ ഒരു റോബോട്ട്സ് തമ്മിൽ എൻ്റെ ദൈവമേ എന്ത് റെഡിയായിരുന്നെന്നറിയോ, നല്ല രസമായിരുന്നു കേട്ടോ ആ വാറ് കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ദേ ഇവിടെ വേറൊരാൾ നിൽപ്പുണ്ടായിരുന്നു, കണ്ടില്ലേ, ഭയങ്കര ക്യൂട്ടല്ലേ കാണാനായിട്ട്, നല്ല ഹൈറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കുഞ്ഞു കുട്ടികളുടെ ഓരോ പ്രിന്റിൻ്റെ ഒക്കെ കാര്യങ്ങൾ കാണിക്കുന്ന റോബോട്ട്സിൻ്റെ എന്തോ ടെക്നിക്കായിരുന്നു കേട്ടോ. കുഞ്ഞു കുട്ടികളുടെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്നില്ല. പിന്നെ ഇത് കണ്ടില്ലേ, പല തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ട്. അതിൻ്റെയൊക്കെ അവർ കാണിച്ചു തരും കേട്ടോ, ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളും അതിൻ്റെ എന്തൊക്കെയോ കുറേ ഡീറ്റെയിൽസ് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്, അത് കാരണം ഞാൻ പെട്ടെന്ന് ഇങ്ങ് മാറുമായിരുന്നു കേട്ടോ അവിടുന്ന്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതെല്ലാം ആ ഒരു ഫിലമെൻ്റ് വെച്ചിട്ട് പ്രിൻ്റ് എടുക്കുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ ആ റോബോട്ട്സ് പ്രിൻ്റ് എടുത്ത് ഉണ്ടാക്കിയ സാധനങ്ങളാണ് കേട്ടോ. ഇതാ ഒരു ഫിലമെൻ്റ് വെച്ചിട്ട് നല്ല രസമായിരുന്നു. കുറേ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ചെടിച്ചട്ടി ഉണ്ടായിരുന്നു, പിന്നെ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പാറക്കുട്ടിക്ക് ഈ ഒരു സാധനം ഒരെണ്ണം കിട്ടിയാൽ കൊള്ളാവുന്നുണ്ടായിരുന്നു. അത്ര എക്സൈറ്റഡ് ആയിട്ട് നിന്ന് കാണുമായിരുന്നു കേട്ടോ. ഓരോ സാധനങ്ങളും ഇങ്ങനെ ഉണ്ടാക്കിയത് കൊള്ളാമല്ലോ അമ്മ, ഇതിങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ കുട്ടികൾക്ക് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാൻ സാധിച്ചു. നമ്മുടെ പാറക്കുട്ടി അമ്മക്കുട്ടി ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ റോബോ വാറൊക്കെ കണ്ടു കഴിഞ്ഞു. പാറക്കുട്ടിയും അമ്മുക്കുട്ടിയും പപ്പയൊക്കെ കൂടെ ഇനി VR കാണാൻ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ കണ്ടില്ല, എനിക്ക് ഭയങ്കര തിരക്കായത് കാരണം ക്യൂ നിൽക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ പാറക്കുട്ടി അത് വെച്ചു. പാറക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു എക്സ്പോയിൽ പാറക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് VR ആണെന്നാണ് കേട്ടോ പാറക്കുട്ടി പറഞ്ഞത്. പാറക്കുട്ടി ഡെസേർട്ടിലൂടെയും പിന്നെ ബീച്ചിലൂടെയും ഒക്കെ പോയെന്ന് പറഞ്ഞു കേട്ടോ. ഭയങ്കര രസമായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമായി കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പാറക്കുട്ടി എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുന്നത് ഹോർ ബോർഡിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പാറക്കുട്ടിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഹോർ ബോർഡിൽ ഇങ്ങനെ കയറണമെന്നുള്ളത്. അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും അമ്മുക്കുട്ടിയും പാറക്കുട്ടിയും കൂടി ഹോർ ബോർഡിങ്ങിന് കയറിയിട്ടുണ്ട്. പാറക്കുട്ടി കണ്ടില്ലേ, ആദ്യം തൊട്ടേ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് നല്ല സ്മൂത്തായിട്ട് ഓടിക്കുന്നുണ്ട് കേട്ടോ. അമ്മുക്കുട്ടിക്ക് ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നത് കാരണം അമ്മുക്കുട്ടി ഓടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി കേട്ടോ.
അമ്മുക്കുട്ടി അല്ല ഓടിക്കുന്നത്, ആ നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഓടിപ്പിക്കുന്നത്. എന്നാലും പാറുക്കുട്ടി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിന്നോട്ടാണ് കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് റൈഡ് ചെയ്തിട്ട് ഇറങ്ങിയത്. അമ്മുക്കുട്ടി ദേ ഇങ്ങനെ വളഞ്ഞു കുത്തി നിൽക്കുന്നത് കൊണ്ട് അത് മൂവ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കുറേ പാടുപെട്ടു. അമ്മുക്കുട്ടിക്ക് ഇറങ്ങാനും വയ്യ, അമ്മുക്കുട്ടി നേരെ നിൽക്കുന്നില്ല. അങ്ങനെ അവസാനം ദേ ഇത് കണ്ടില്ലേ, ഒന്ന് തട്ടുമ്പോഴത്തേക്കിന് അമ്മുക്കുട്ടി വളഞ്ഞു തിരിഞ്ഞൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഈശ്വര അമ്മുക്കുട്ടി വീണു പോകുമോ എന്ന്, നല്ല പേടിയുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ ഇപ്പം അമ്മുക്കുട്ടി ദേ വളഞ്ഞ് തിരിഞ്ഞ് വരും കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ടെൻഷനായി കേട്ടോ, ഈശ്വര വളഞ്ഞു പോകുമോ എന്ന്. എന്നിട്ടും അമ്മുക്കുട്ടി കറക്റ്റായിട്ടൊന്നും ഓടിക്കാതെ അതിനകത്ത് നിന്ന് ഇറങ്ങാൻ മനസ്സിലായിരുന്നു കേട്ടോ. അമ്മുക്കുട്ടി ദേ ഇറങ്ങിയിട്ട് വീണ്ടും ഒന്നും കൂടെ കയറി ആ പയ്യൻ ഇങ്ങനെ അമ്മുക്കുട്ടിയെ ഓടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. പാവം അമ്മുക്കുട്ടിക്ക് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ മര്യാദയ്ക്ക് ഓടിക്കാനും പറ്റുന്നില്ല. അതിൻ്റെ ഒരു സങ്കടത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം ഇവിടെ സൈഡിൽ പപ്പ നിൽപ്പുണ്ടായിരുന്നു. പപ്പ വിളിച്ച് പറഞ്ഞു അമ്മുക്കുട്ടി നേരെ നിൽക്കുക, നേരെ നിന്ന് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഓടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അമ്മുക്കുട്ടിയുടെ അടുത്ത് അത് പറഞ്ഞപ്പോഴത്തേക്കിനും അമ്മുക്കുട്ടി നേരെ നിൽക്കാനായിട്ട് പറ്റി. കണ്ടില്ലേ അമ്മുക്കുട്ടി ഇപ്പം നേരെ നിന്ന് കേട്ടോ. അങ്ങനെ നേരെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ശരിക്കും ഈ ഹോവർ ബോർഡിങ് സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അമ്മുക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഈ ഹോവർ ബോർഡിങ് ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണേ. ഹോവർ ബോർഡ് വീട്ടിലുള്ളവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. പാറുക്കുട്ടി കുറേ നാളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാറുക്കുട്ടിക്ക് ഹോവർ ബോർഡ് വേണമെന്നുള്ളത്. അങ്ങനത്തെ അതും കഴിഞ്ഞിട്ട് ഇറങ്ങി. അപ്പോഴത്തേക്കിനും അമ്മുക്കുട്ടിക്ക് വിശപ്പിൻ്റെ വിളിയൊക്കെ നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ ഇവിടെ നമുക്ക് അവിടെ എന്തെങ്കിലും കമൻറ്റ്സ് ഒക്കെ എഴുതി വെക്കാം കേട്ടോ. അമ്മുക്കുട്ടിയുടെ മുഖമൊക്കെ മാറിയുണ്ടോ. അമ്മുക്കുട്ടിക്ക് വിശക്കാൻ തുടങ്ങി. പാറുക്കുട്ടി അവിടെ എഴുതി സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പാറുക്കുട്ടി എഴുതിയത് എന്താണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാവോ? നോക്കൂ, ഐ ലവ് ദി VR ആണ് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നെന്ന് പറഞ്ഞു കേട്ടോ. എനിക്കത് കാണാൻ പറ്റാഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടമായി. പ്രത്യേകിച്ച് അവളുടെ കമൻറ്റ് അതും കൂടി ആയപ്പോഴത്തേക്കിനില്ലേ എനിക്കാകെ സങ്കടമായിരുന്നു കേട്ടോ. അമ്മുക്കുട്ടി എഴുതുന്ന കമൻറ്റ് സൂപ്പറാണ്, നോക്കിക്കോണേ. ഇത് കണ്ടോ അമ്മുക്കുട്ടി എഴുതിയത്, മൈ നെയിം ഈസ് ഭൂമി. ഞങ്ങൾ കുറേ ചിരിച്ചു കേട്ടോ അത് എഴുതുന്നത് കണ്ടിട്ട്. പിന്നെ ആലോചിച്ച് അമ്മുക്കുട്ടി അത്രയെങ്കിലും എഴുതിയല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ അമ്മുക്കുട്ടി ഇതേ ഭയങ്കര ഹാപ്പി ആയിട്ട് അത് ഒട്ടിക്കാൻ പോവുകയാണ് കേട്ടോ. ഒട്ടിക്കാൻ പോയപ്പോഴത്തേക്കിനും അമ്മുക്കുട്ടിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. അവിടെ ഒട്ടിക്കണോ ഇവിടെ ഒട്ടിക്കണോ, പാറുവിൻ്റെ അടുത്ത് ഒട്ടിക്കണോ, മാറ്റി ഒട്ടിക്കണോ, അതിൻ്റെ ഇടയ്ക്ക് ഒട്ടിക്കണോ. അങ്ങനെ കുറേ പ്രാവശ്യം ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റത്തില്ല കേട്ടോ. അമ്മുക്കുട്ടിക്ക് തനിയെ ഒട്ടിക്കണം. അങ്ങനെ അമ്മുക്കുട്ടി ഹാപ്പി ആയിട്ട് എവിടേക്കോ കൊണ്ടുവന്ന് ഒട്ടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ അമ്മുക്കുട്ടിക്ക് ആകെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്നാണെന്നറിയോ, വിശക്കാൻ തുടങ്ങി. അപ്പോൾ വിശക്കാൻ തുടങ്ങി, തൊട്ടപ്പുറത്ത് പോപ്കോണിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനും ഡോഗ് ഷോ തുടങ്ങിയെന്നും പറഞ്ഞ് വിളിച്ച് കേട്ടോ. ഡോഗ് ഷോ തുടങ്ങിയപ്പോഴത്തേക്കിനും നമ്മളത് കാണാൻ പോയിട്ടുണ്ട്. ഭയങ്കര സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇത് നല്ല രസമായിരുന്നു. കുറേ നമ്മളിങ്ങനെ കൈ കിട്ടുന്നതനുസരിച്ച് നമ്മുടെ അടുത്തേക്ക് വരികയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ ഇല്ലുമിനാത്തിയുടെ പാട്ടൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആ പാട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര ഡാൻസ് കളിയായിരുന്നു കേട്ടോ ഈ റോബോ ഡോഗ്സ്. അപ്പോൾ ഈ റോബോ ഡോഗ്സിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ എക്സ്പോയ്ക്ക് വന്നിട്ടുള്ളവരാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരും കമൻറ്റ് ചെയ്യണേ.
റോബോ ഡോഗ് ഷോ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഒരാൾ വന്നിട്ട് എൻ്റെ അമ്മയെ വിളിച്ചു കേട്ടോ. എന്നിട്ട് ആ റോബോ ഡോഗിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തു. നല്ല രസമായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അമ്മ ഇങ്ങനെ പിന്നെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, വീഡിയോ എടുത്തായിരുന്നു, എന്നെ ഒന്ന് കാണിക്കാമോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനത്തെ അമ്മ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനെ റോബോ ഡോഗ് ഷോ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ അമ്മുക്കുട്ടി വിശന്ന് തളർന്നായിരുന്നു കേട്ടോ. പോരാത്തതിന് നല്ല പോപ്കോണിൻ്റെ മണം അപ്പുറത്തുനിന്ന് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവർക്കും കൂടി പോപ്കോൺ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആദ്യമേ തന്നെ പാറുക്കുട്ടി മേടിച്ചു കേട്ടോ. അതൊന്ന് അമ്മുക്കുട്ടിക്ക് കൊടുത്തേക്കും മോനേന്ന് പറഞ്ഞപ്പോൾ അമ്മുക്കുട്ടിക്ക് കൊടുത്തു. പക്ഷേ അമ്മുക്കുട്ടി വേറെ മേടിച്ചോളാം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പാറുക്കുട്ടി കഴിക്കാൻ തുടങ്ങി. അത് കണ്ടപ്പം എനിക്കും നല്ലതായിട്ട് വിശന്നു കേട്ടോ. അങ്ങനെ ഞാനും പോപ്കോണൊക്കെ ഓർഡർ ചെയ്തു. ഞങ്ങളെല്ലാവരും കഴിച്ചു കേട്ടോ. പിന്നെ അവിടെ ഈ ഗെയിമിംഗ് സോണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു സമയമായപ്പോഴത്തേക്കും നമ്മൾ നല്ലോണം ടയേർഡായിരുന്നു. കുറേ നടന്ന് കാണാനുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിൻ്റെയും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കാരണം എൻ്റെ ഫോണിൽ സ്റ്റോറേജ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ കുറേയൊക്കെ സ്കിപ്പായിട്ടുണ്ട്. അങ്ങനെ ഇതാണ് കേട്ടോ ഗെയിമിംഗ് സോൺ. അത് നമുക്ക് എമൗണ്ടൊക്കെ പേ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഗെയിമൊക്കെ കളിക്കാം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ഷുഗർ ക്യാൻഡി വേണമെന്ന് പറഞ്ഞു കേട്ടോ പാറുക്കുട്ടിക്ക്. അങ്ങനെ പാറുക്കുട്ടിക്ക് ഷുഗർ ക്യാൻഡി വാങ്ങിക്കൊടുത്തപ്പോഴത്തേക്കിനും നമ്മുടെ അമ്മുക്കുട്ടിക്കും ഷുഗർ ക്യാൻഡി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പിള്ളേർക്കെല്ലാം ഷുഗർ ക്യാൻഡിയൊക്കെ വാങ്ങിക്കൊടുത്ത് നമ്മൾ നടന്ന് പാർക്കിങ്ങിൻ്റെ ഏരിയയിലേക്ക് പോവുകയാണ് കേട്ടോ. ഈശ്വര, എന്തൊരു തിരക്കായിരുന്നെന്നറിയോ. പാർക്കിങ്ങിന് സ്ഥലമില്ലാഞ്ഞുകൊണ്ട് കുറേ ദൂരെയായിട്ടാണ് കേട്ടോ കാറ് പാർക്ക് ചെയ്തത്. അങ്ങനെ നമ്മൾ ആ നട്ടപ്രവെയിലത്ത് അതും വിശന്ന് പൊരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നടന്ന് അവസാനം നമ്മൾ കാർ പാർക്കിങ്ങിലെത്തി. അവിടുന്ന് നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. ആ സമയമായപ്പോഴത്തേക്കിനും ഉച്ചയായിരുന്നു. അങ്ങനെ നമ്മൾ IMAയിലെത്തി. അങ്ങനെ അവിടുന്ന് ഫുഡിന് ഓർഡറൊക്കെ കൊടുത്തിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കിനും അമ്മുക്കുട്ടിക്ക് വീണ്ടും വിശപ്പായി കേട്ടോ. അമ്മുക്കുട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ലേറ്റായിട്ടാണ് എണീറ്റത്. അപ്പോൾ ഒന്നും കഴിച്ചില്ലായിരുന്നു കേട്ടോ. കഴിക്കുന്നതിന് മുമ്പ് തന്നെ എക്സ്പോയ്ക്ക് പോകാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ. അതാണ് അത്രയും തളർന്നു പോയത്. ആദ്യമേ തന്നെ നമ്മൾ ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്തായിരുന്നു. അങ്ങനെ സൂപ്പൊക്കെ കഴിച്ചു. കുട്ടികൾ ഫ്രൈഡ് റൈസാണ് കേട്ടോ പറഞ്ഞത്, ചിക്കൻ ഫ്രൈഡ് റൈസ്. ഞാൻ മിക്സഡ് ഫ്രൈഡ് റൈസ് ആയിരുന്നു. പിന്നെ നമ്മൾ പൊറോട്ടയും ചിക്കനും എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഞങ്ങൾ വീട്ടിലേക്ക് പോയില്ല, പാറുക്കുട്ടിയൊക്കെ വീട്ടിലേക്ക് പോയി. നമ്മൾ മറൈൻ ഡ്രൈവിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ.